ഒരു പക്ഷേ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പൊതുവെ എവിടെയും പറയാത്ത കാര്യമാണ്. കാരണം ഞാനൊക്കെ ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് ഫാമിലിയിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഫണ്ടമെൻ്റലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു മനസ്സിലുള്ളൊരു എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് സേഫ് ആയിരിക്കണം, അവർക്ക് സേഫ്റ്റി കൊടുക്കാനായിട്ട് പറ്റണം, ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാനിപ്പോൾ മീഡിയ പേഴ്സൺ ആയിരുന്നിട്ട് കൂടി ഞാൻ പറഞ്ഞില്ലേ കൈരളിയിലും ജീവൻ ടെലിവിഷനിലും ന്യൂസ് പ്രസൻറ്റർ ആയിട്ടാണ് ഞാൻ, അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ കുറച്ച് നാൾ റേഡിയോയിൽ വർക്ക് ചെയ്ത് ഏകദേശം ഒരു 1.5 വർഷം ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നൊരു കാലഘട്ടമുണ്ട്. ഒന്നും ചെയ്യാതിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മീഡിയ അല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിറ്ററലി ഒരു സെയിൽസ് പേഴ്സൺ പോലെ ഒരു ജർമ്മൻ കമ്പനിയുടെ പ്രോഡക്റ്റ്, IT പ്രോഡക്റ്റുമായിട്ട് നമ്മുടെ ദുബായിലുള്ള കമ്പ്യൂട്ടർ സ്ട്രീറ്റിലെ ഷോപ്സിൽ കയറി ഇറങ്ങി സെല് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലൈക്ക് അതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. കാരണം നമ്മൾ സാധാരണ പറയും പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, പക്ഷെ കമ്പി വളയ്ക്കുന്ന ജോലിയാണെന്നൊക്കെ നമ്മൾ പലരും പറയുന്ന കേൾക്കുമ്പോൾ ചില സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഐ ക്യാൻ ഓൾസോ ടെൽ സച്ച് സ്റ്റോറീസ്. എൻ്റെ ലൈഫിൽ അങ്ങനത്തെ സ്റ്റോറീസ് എനിക്ക് പറയാൻ പറ്റും. അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ ഇത്രയും കാലഘട്ടത്തിനിടയിൽ നമ്മൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു, പല കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആസ് എ പേഴ്സൺ നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാണ് അല്ലേ. അതുകൊണ്ട് എനിക്ക് അതിനൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓഫീസ് അഡ്മിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ അറേബ്യൻ റേഡിയോ നെറ്റ്വർക്ക് പോലുള്ളൊരു കമ്പനിയിൽ ദെൻ വീണ്ടും മീഡിയയിലേക്ക് റീജോയിൻ ചെയ്യുന്നത്.